തേടേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ ഡോൾഫിൻ രതീഷ് നീന്തൽ വിദഗ്ധൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡോൾഫിൻ രതീഷ്, അതായത് ഷിരൂരിലെ നമ്മുടെ 30-ാം ദിവസത്തെ ദൗത്യം, അതായത് ഒരു ഇടവേള എടുത്ത ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ദൗത്യത്തിൻ്റെ തുടർച്ചയാണ്. ആ തുടർച്ചയിൽ ഉണ്ടായിട്ടുള്ള അനുകൂല സാഹചര്യം എന്ന് പറയുന്നത് കാലാവസ്ഥ അനുകൂലമാണ്. 6ഉം 5ഉം നോട്ട്സിലൊക്കെ നിന്നിരുന്ന ഈ ഗതിശക്തി വെള്ളത്തിൻ്റെ അതിപ്പോൾ ഒരു 2 നോട്ട്സിൽ 2 നേരിയ നോട്ട്സിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ അനുകൂലമാണ്. സീറോ വിസിബിലിറ്റി എന്നത് മാറി അവിടെ ഇപ്പോൾ നല്ല രീതിയിൽ അടിത്തട്ടിലേക്ക് എത്താനും കഴിയുന്നുണ്ട്. പക്ഷേ പ്രതിബന്ധമായിട്ട് ഈ പറയുന്ന മണ്ണും കല്ലും ഒക്കെ വലിയൊരു മണ്ണിടിച്ചിലാണല്ലോ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം. എന്തൊക്കെ പ്രതിസന്ധിയായിരിക്കാം ഒരു ഡൈവേഴ്സിനെ സംബന്ധിച്ചോളം അവിടുത്തെ ഒരു ടെറൈൻ്റെയൊക്കെ പ്രത്യേകത മനസ്സിലാക്കിയാൽ അനുമാനിക്കേണ്ടത്? അല്ല, ഇന്നത്തെ ദിവസം ഞാൻ വീഡിയോ കാണുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡൈവിങ്ങിന് ഒരു ഡൈവറിന് ഇറങ്ങി പരിശോധിക്കാൻ പറ്റിയ എല്ലാ അനുകൂല സാഹചര്യവും ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പം മൂന്ന് സിലിണ്ടർ തീർന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അത് അത്രത്തോളം ഡൈവിന്റെ ദൈർഘ്യമാണ് പറയുന്നത്. അത്ര നേരം നമ്മൾ ദൂരെ അത്രയും സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെലവഴിച്ചു എന്നുള്ളതിന്റെ അത് നമുക്ക് അനുമാനിക്കാം. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഈ മണ്ണും ഈ പറഞ്ഞ കല്ലും ഒക്കെ അതിന്റെ പുറമെ ഈ മണ്ണ് ഈ പറഞ്ഞ ലാൻഡ് സ്ലൈഡിങ് ഭയങ്കരമായിരുന്നല്ലോ നടന്നത്. അപ്പൊ അതുകൊണ്ട് അത്രത്തോളം വന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പം മാൽപ്പ ഇറങ്ങിയ സമയത്ത്, ഈശ്വർ മാൽപ്പ ഇറങ്ങിയ സമയത്ത് നമ്മൾ എല്ലാവരും കണ്ട ഒരു കാര്യമാണ്, ഒരു കയ്യിൽ ഒരു ഇരുമ്പ് വടി അദ്ദേഹം കയ്യിൽ വെച്ചിട്ടാണ് മുങ്ങാൻ പോയത്. അപ്പൊ അത് വേറൊന്നും അല്ലാതെ അദ്ദേഹം താഴെ പോയിട്ട് കുത്തി നോക്കാൻ അതായത് ഈ ഓയിലിന്റെ സാധ്യത കണ്ട സ്ഥലത്തും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അത് കുത്തി നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് താഴേക്ക്. പക്ഷെ ഒരു ഡൈവർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു അടിയിൽ കിടക്കുന്ന ഒരു വസ്തു നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡൈവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡൈവറിനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന് ഡീപ്പായിട്ട് കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് ട്രഡ്ജ് ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഈ മണ്ണിടിച്ചിലിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ വാഹനം ഒരുപാട് ഡീപ്പ് സൈഡിലായിട്ട് ഈ മണ്ണ് മൂടി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അതിനൊരു ഡൈവർ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം ഡീപ്പിൽ പോയി നമുക്ക് ഡൈവ് ചെയ്യുന്നതിന് എല്ലാവിധ സാഹചര്യവും നമുക്ക് കാണാൻ പറ്റും, അവിടെ ചെന്ന് പരിശോധിക്കാൻ പറ്റുമെങ്കിൽ തന്നെ നമുക്ക് അവിടെ കൃത്യമായി നമ്മളൊരു സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ആഴത്തിലേറിയ പരിശോധന നടത്തണമെങ്കിൽ ട്രഡ്ജിങ് പോലത്തുള്ള എന്തെങ്കിലും സംവിധാനം വേണ്ടി വരുമെന്നാണ്. തീർച്ചയായും ശ്രീ രതീഷ്, നമുക്ക് ഈ അറിയാം 30 ദിവസം പിന്നിട്ടു. ഇനിയുള്ള ദൗത്യം എന്ന് പറഞ്ഞാൽ ക്ഷമയോടുകൂടി വേണം നമ്മൾ ചെയ്യാൻ. കാരണം ഈ ഈശ്വർ മാൽപ്പ അടക്കമുള്ള ആളുകളുടെ അല്ലെങ്കിൽ അവരൊക്കെ ഒരു ദൗത്യത്തിന് പോകുമ്പോൾ അവരുടെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഇറങ്ങുന്ന ആളുകൾ കാരണം ഒരുപാട് ഒഴുക്കിനെതിരെയൊക്കെ മല്ലടിക്കുകയും അവിടുത്തെ ഒരു ചിത്രം ഈ പുഴയുടെ ചിത്രമൊക്കെ തന്നെ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നുള്ള ഒരു വ്യക്തി കൂടിയാണ്. എങ്കിലും മറ്റെന്തെങ്കിലും പ്രതിബന്ധങ്ങൾ ഉണ്ടോ? കാരണം അടിയിലേക്ക് കടക്കുമ്പോൾ ഈ കല്ലും മണ്ണും ഒക്കെ ഉറച്ചതാണ്. നമുക്ക് വിചാരിക്കും നമ്മളിൽ നിന്ന പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ആൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ മാൽപ്പയെ പോലെ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സൂചനകൾ ലഭിക്കുമെന്നാണ് കരുതിയത്. അതിനപ്പുറത്തേക്ക് മനുഷ്യസാധ്യമായതിനും അപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ അന്തരീക്ഷം മാറിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും അവിടെ നമുക്ക് നിന്ന് ഡൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അത് മാത്രമല്ല നമുക്ക് അവിടെ നിന്ന് അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ വാക്ക് കേട്ടെന്ന് വെച്ചാൽ നമുക്ക് താഴെ ചെന്നാൽ മുകളിൽ കാണുന്ന അതേപോലെ തന്നെ നമുക്ക് ആ വിസിബിലിറ്റി താഴെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ അവിടെ ചെന്ന് നിന്നാൽ തന്നെ നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു അഞ്ചടി വരെ നമുക്ക് കൈ കൊണ്ട് തുരന്ന് ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഉപകരണം ഉപയോഗിച്ചിട്ട് നമുക്ക് പതുക്കെ മണ്ണ് മാറ്റാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ അത്രത്തോളം നേരെ ഇരുന്ന് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അതേപോലെ എന്താ പറയാ ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒരു ഡൈവറിന് ഒരു ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അദ്ദേഹം മാക്സിമം ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മാൻ പവറും വേണമെങ്കിൽ മാൻ പവർ ഉപയോഗിക്കാത്ത സ്ഥലങ്ങളിൽ ടെക്നോളജീസ് ആണെങ്കിൽ നമുക്ക് അതേപോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് തന്നെ തീർച്ചയായും മണ്ണും കൂടെ മാറ്റി. പക്ഷെ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റും ഓയിലിന്റെ കണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് രാവിലെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാര്യം സാധാരണ ഓയിൽ വരുന്ന അപ്പം എനിക്ക് തോന്നുന്നത് അവിടെ ഈ പറയുന്ന 5-10 അടിയല്ല അതിന് താഴ്ച ലോറി കടന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഡൈവറിന് കണ്ടെത്താൻ പറ്റില്ല. അത് കൂടിപ്പോയ 5 അടി, അതിനപ്പുറത്തോട്ട് ഒരു ഡൈവറിന് നമുക്ക് അവിടെ നിന്ന് തുരന്ന് മാറ്റുന്നത് പോസിബിൾ അല്ല. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ട്രഡ്ജിങ് പോലത്തെ ഉപകരണങ്ങൾ. അതായത് രതീഷ്, ഈ 3 സിലിണ്ടർ കാലിയായി എന്ന് പറയുന്നു. അപ്പോൾ അത്രത്തോളം ആഴത്തിലൊരു പരിശോധന നടന്നിരിക്കണം അല്ലേ? സിലിണ്ടറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ 1 മണിക്കൂറിനകത്തെന്നാണ് നമ്മുടെ ഒരു സിലിണ്ടറിന്റെ പറയുന്നത്. അതിനകത്ത് നമ്മൾ സ്റ്റഡി ബ്രീത്തിങ് എന്നാണ് പറയുന്നത്. സ്റ്റഡി ബ്രീത്തിങ് എന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ ബ്രീത്ത് എടുത്ത് വിടുമ്പോൾ നമ്മുടെ സിലിണ്ടറിൽ കുറച്ച് അധികം സമയം കാണും. പക്ഷെ കുറച്ചുകൂടെ ഹാർഡായിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരും. അപ്പൊ അതേപോലെ നമ്മൾ അനുമാനിക്കുന്നത് വെച്ചാൽ ഒരു 3 മണിക്കൂർ അതിന് മേളിൽ അദ്ദേഹം ഡൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ അങ്ങനെ 3 ഡൈവിംഗ് സിലിണ്ടറിന്റെ കപ്പാസിറ്റി പറയുന്നത്. ഇനി ഈ ഡ്രഡ്ജിങ് നടത്തിയാൽ എന്തായിരിക്കും ഒരു പ്രതീക്ഷയുള്ളത്? കാരണം ഇത്രയും മണ്ണാണ്, ഒരു ഭൂപ്രദേശം മുഴുവൻ മണ്ണ് പതിച്ചു കഴിഞ്ഞു. അപ്പോൾ ഡ്രഡ്ജിങ്ങിൻ്റെ പരിമിതികൾ
ഇതൊക്കെ എങ്ങനെ അനുമാനിക്കേണ്ടി വരും? നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു സംവിധാനം കണ്ടിട്ടുണ്ട്. കാരണം ഈ ചീനവലകൾ അത് തറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ പമ്പ് ഉപയോഗിച്ചിട്ട് നല്ല പ്രഷറിൽ വെള്ളം താത്തടിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് വലിയ രണ്ട് വള്ളങ്ങളിൽ കെട്ടിവെച്ചാണ് അത് ചെയ്യുന്നത്. വലിയ ഡ്രഡ്ജിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അതുപോലുള്ള ഈ പറഞ്ഞ സംവിധാനം വെച്ചാൽ അതെനിക്ക് തോന്നുന്നു ഒരു 15-10 മീറ്ററിന് മേളിൽ ഡെപ്തിൽ പോകാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ഒരു കുഴൽ പോലെ വെച്ചിട്ട് അപ്പൊ അതനുസരിച്ചിട്ടാണ് മണ്ണ് തുരന്നു മാറ്റിയിട്ടാണ് അവർ ഈ പറയുന്ന വളരെ സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് പറയുന്ന തൂണുകൾ ഘടിപ്പിക്കുന്നത്. അപ്പൊ അതുപോലുള്ള ടെക്നോളജീസ് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ്. അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പക്ഷെ നമുക്ക് നമ്മുടെ തൃശ്ശൂരിലുള്ള നമ്മൾ ഈ പോളയൊക്കെ തന്നെ നീക്കം ചെയ്യാൻ വേണ്ടി ഈ വയലേലകളിൽ ഉപയോഗിക്കുന്ന ഒരു ഡ്രഡ്ജർ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉപയോഗിച്ച് നമുക്ക് പരിമിതികളുണ്ട്, അത് ആഴത്തിലേക്ക് ഇറക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഗോവയിൽ നിന്നും പുതിയൊരു മിഷൻ കൊണ്ടുവരേണ്ടി വരുന്നത്. അതെങ്ങനെയാണ് അത്? ഈ കരമാർഗം അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ ആയിരിക്കുമോ എത്തിക്കുക? ഗോവയിൽ നിന്നും എന്തായാലും അവിടുത്തെ കാർവാർ MLA ആണ് ഇതിന്റെ കോർഡിനേഷൻ നടത്തുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സാധ്യമായത്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി അതായിരിക്കണം ഉപയോഗിക്കേണ്ടതല്ലേ? അതെ. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് എത്തിക്കുന്നതിന്റെ പ്രതിസന്ധി എന്ന് പറഞ്ഞത് അവിടെ റോഡ് മാർഗം കൊണ്ടുവരുമ്പോൾ അവിടെ എന്തോ ഒരു പാലോ അങ്ങനത്തെ ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കടൽ മാർഗം എനിക്ക് തോന്നുന്നു ഇപ്പം ഗോവയിൽ നിന്ന് കടൽ മാർഗം എത്തിക്കാൻ സാധിക്കും എന്ന് പറയുന്നത്. കാര്യം ഇതിന്റെ ഒരു 9 കിലോമീറ്റർ കഴിയുമ്പോൾ കടലാണ്. അപ്പൊ അതുവഴി നമുക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യവും ഇതിനകത്ത് MLA പറയുന്നുണ്ടായിരുന്നു. അതും ഒരു പോസിബിൾ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. പിന്നീട് ഈ 2.1 നോട്ട്സ് ആണ് ഇനിയുള്ള സമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെടാം. നാളെ ഒരു ദിവസം ഒരു ബ്രേക്ക് എടുക്കുകയാണ്. മറ്റന്നാൾ നമുക്ക് എന്താണെന്ന് അറിയില്ല. അവിടേക്കുള്ള ഈ കാലാവസ്ഥയുടെ പോക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഈ അടിയൊഴുക്ക് 2.1 നിന്നും വീണ്ടും കൂടിക്കഴിഞ്ഞാൽ അതും ഒരു വെല്ലുവിളിയാണ്. അല്ല, പ്രതികൂലമായ സാഹചര്യം, അതായത് കാലാവസ്ഥ ഇപ്പൊ അനുകൂലമാണ്. പ്രതികൂലമായ സാഹചര്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇനി അങ്ങനെ ഒരു പ്രതിസന്ധി വരുത്തുള്ളൂ. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഈ ഉച്ച സമയം എന്ന് പറയുന്നത് സൂര്യൻ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ അടിയിലേക്കും ഈ പറഞ്ഞ സൂര്യപ്രകാശം താഴേക്ക് പോകാൻ സാധ്യത കൂടുതൽ. അപ്പൊ ഈ സമയങ്ങളിലൊക്കെ 12 മണി, 1 മണി, 2 മണി വരെ എന്നൊക്കെ പറയുന്നത് സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. നമുക്ക് താഴേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ വെട്ടം നമ്മുടെ ജലാശയങ്ങൾ അടിയിലേക്ക് വരാൻ ഒരു സാഹചര്യം പറ്റുന്ന സമയമാണ്. പിന്നെ അവിടുത്തെ വേലിയേറ്റങ്ങളെ കുറിച്ച് ഇന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ വേലിയിറക്കവും എന്ന് വെച്ചാൽ വേലിയേറ്റം വരുന്നതിന് ഒരു മണിക്കൂറുണ്ട്. നിശ്ചിത മണിക്കൂറിനകത്ത് വെള്ളം നിശ്ചലമായി കിടക്കും. അപ്പൊ നമുക്ക് ഒഴുക്ക് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും ഒരു അനുകൂല ഘടകമാണ്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ ഞങ്ങളൊക്കെ ഈ പറയുന്ന ഓരോ ഡൈവിങ്ങിന് പോകുന്നത്. നമ്മുടെ ഇവിടുത്തെ വേലിയിറക്കങ്ങളാണ്. ഈ പൊഴിമുഖത്ത് ആരെങ്കിലും മരണപ്പെടുകയോ ഇല്ലെങ്കിൽ വെള്ളത്തിൽ പോവുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി സെർച്ച് ചെയ്യുന്നതിന് ഈ വേലിയിറക്കങ്ങൾ ഞങ്ങളത് പ്രധാനമായിട്ടും നോക്കാറുണ്ട്. ഈ പുഴയുടെ സാഹചര്യവും, കാരണം ഈ മാൽപ്പയൊക്കെ തന്നെ കടൽ തീരത്തും കടലിനെയൊക്കെ തന്നെ പ്രതിരോധിച്ച് പോകുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചോളം ഉണ്ടാകുന്ന ഒരു വെല്ലുവിളി ഇവിടെ എന്താണ്? കാരണം ഇത് അർജുൻ്റെ വാഹനം മാത്രമല്ല, മറ്റ് 2 പേരുടെ ജീവനും വാഹനങ്ങളും ഒക്കെ അതിൻ്റെ ഇടയിലുണ്ട്. ഇതിനോടകം ആണെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ വാഹനത്തിലേതെന്ന് അതും സ്ഥിരീകരിച്ചിട്ടുള്ള ഉടമ മനാഫ് പറയുന്നതാണ് ആ വാഹനത്തിൻ്റെതാണെന്ന്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ മാത്രമേ നമുക്ക് ഇത്രയും ഏരിയയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു പക്ഷേ ഇത്രയൊരു മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ വാഹനങ്ങൾ സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ പാർട്സൊക്കെ പോയേക്കാം. അതൊന്നും നമുക്ക് ഇന്നത്തെ അല്ലെങ്കിൽ തിരച്ചിൽ പോലും നമുക്ക് സാധ്യമാകുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള പ്രതിബന്ധങ്ങൾ എന്താണ് ഒരു ഡൈവർ എന്ന നിലയിൽ, ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന വ്യക്തികൾ എന്ന നിലയിലൊക്കെ തന്നെ ഒരു അനുമാനങ്ങൾ? അല്ല, അവിടെ ഇത്രയും വലിയൊരു ലാൻഡ് സ്ലൈഡിങ് നടന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു പുഴയുടെ നടുഭാഗം ഈ മണ്ണ് വീണിട്ട് ഒരു വലിയ മണൽ കൂന പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിവശം നമുക്ക് നോക്കേണ്ടി വരും. അതിന്റെ അടിവശം നോക്കണമെങ്കിൽ നമുക്കൊരു ഡൈവറിനെ പോലെ ഡൈവർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയില്ല. അതിന് പരമായി നമുക്ക് എന്താ പറയാ, ഈ പറയുന്ന ഡ്രഡ്ജർ പോലത്തെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ആ സാധനം പൂർണ്ണമായി മണ്ണ് മാറ്റി കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ. കാര്യം ഇനിയിപ്പോഴും ഉച്ചയ്ക്കും അവർ പറയുന്ന 2-3 സ്പോട്ട് 4-ലൊക്കെ അവർ നോക്കിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഈ പറയുന്ന പോലെ ഈ മണ്ണിനടിയിൽ കിടക്കുകയാണെങ്കിൽ